തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്തിയ ആളുകളെ പ്രതിഷേധക്കാർ തടയുകയും വാഹനത്തിന് കേടുപാടുണ്ടാക്കുകയും ചെയ്തു. കോഴിക്കോട് ചേവായൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സമില്ലാതെ നടന്നു. ഒരാളാണ് ടെസ്റ്റിനായി എത്തിയത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധിച്ചില്ല. ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, മുട്ടത്തറയിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ ദിവസം സർക്കാർ പറഞ്ഞത് സ്വന്തം നിലയ്ക്ക് വാഹനവുമായി എത്തിയാൽ അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അവസരം നൽകുമെന്നുള്ളതാണ്. പക്ഷേ അത് സമ്മതിക്കുന്നില്ല എന്ന കാഴ്ചയാണ് മുട്ടത്തറയിൽ കാണാൻ കഴിഞ്ഞത്. വാഹനത്തിന് കേടുപാട് വരുത്തുന്നത് അടക്കം ഒരു അക്രമത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയോ? അനുജ, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു അക്രമ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനിഷ്ട സംഭവത്തിലേക്കോ അത് പോകാത്തത്. നമ്മൾ കണ്ടതാണ്. അതായത് ഏതാണ്ട് 10:30 കഴിഞ്ഞതോടുകൂടിയാണ് ഇവിടെ ഒരു വാഹനം, ഒരു എൽബോർഡ് പതിച്ച വാഹനം ഈ മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന് മുന്നിലെത്തിയത്. അപ്പോൾ തന്നെ ഈ പ്രതിഷേധക്കാർ വലിയ സമരങ്ങളും വലിയ പ്രതിഷേധവുമായി ഗേറ്റിന് മുന്നിലെത്തി വാഹനം തടയുന്ന സ്ഥിതിയിലേക്ക് പോയി. അവർ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത് കഴിഞ്ഞ 8 ദിവസമായി അവരെ സമരം ചെയ്യുകയാണ്. അന്നൊന്നും ഈ ഒരു വാഹനങ്ങളെയും ആരെയും കടത്തി വിട്ടിരുന്നില്ല. ഇന്നും അത്തരത്തിൽ കടത്തി വിടില്ല എന്നൊരു നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെയുള്ള കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നത് കൃത്യമായി ഈ ടെസ്റ്റ് നടപ്പിലാക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് എത്തുകയും ഈ സമരക്കാരെ തടയുകയും ഈ വാഹനം അകത്തേക്ക് കടത്തിവിട്ടത്. അതിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളാണ്. ആ മകൾക്കാണ് ഇന്നിവിടെ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ടെസ്റ്റിൽ പിന്നീട് അത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ഒരു ഇരുചക്ര വാഹനം വന്നു. അവിടെയും ഈ സമരക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനമാണ് ഉണ്ടായത്. അവരുടെ ഹെൽമെറ്റിൽ ഉൾപ്പെടെ അടിക്കുന്നൊരു സമീപനം ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരെ തെറി പറയുന്ന സമീപനം സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതും പോലീസിന്റെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായതുകൊണ്ട് ആ വാഹനവും അകത്തേക്ക് കടത്തിവിട്ടു. അല്പസമയം മുമ്പാണ് ഈ ഇരുചക്ര വാഹനത്തിന്റെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞത്. എന്തായാലും റോഡ് ടെസ്റ്റിന് ശേഷം ഇപ്പോൾ നിലവിൽ ഈ ഓട്ടോമേറ്റഡ് ഗ്രൗണ്ടിനകത്ത് ഈ ഗ്രൗണ്ട് ടെസ്റ്റ് നടക്കും. ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാകും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. എന്തായാലും നിലവിലും ഈ പ്രതിഷേധക്കാർ വലിയ പ്രകോപനമാണ് ഉണ്ടാക്കുന്നത്. ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ കൂകി വിളിക്കുകയും ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ ആ വാഹനത്തിൽ ഈ കൈകൊണ്ടടിക്കുന്ന ഒരു സമീപനമൊക്കെ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ട്, പ്രതിഷേധക്കാരെ മാറ്റുന്നുണ്ട്. പക്ഷേ അതായത് ഈ പ്രതിഷേധം നടത്തുന്നവർ പറയുന്നത് ഒരു കാരണവശാലും ഈ പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും സംയുക്ത സമരസമിതിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അതിപ്പോഴും നടക്കുകയാണോ അഖിൽ ഷാ? നിലവിൽ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇരുചക്ര വാഹനത്തിന്റെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രൗണ്ടിലുള്ള ടെസ്റ്റാണ്. അത് സമയത്തിനകം തന്നെ ഗ്രൗണ്ടിലുള്ള ടെസ്റ്റ് ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടാണ് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധക്കാരൊക്കെ ഇവിടെ സജീവമായി തന്നെ ഉണ്ട്. ഇവർ ഈ പറയുന്ന ആളുകൾ ഗ്രൗണ്ടിലെത്തി ടെസ്റ്റ് നടത്തുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രകോപനപരമായ ഒരു സമീപനം ഉണ്ടാകുന്നത്. നേരത്തെ ആ പെൺകുട്ടി ഇവിടെ ടെസ്റ്റ് നടത്തുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് നോക്കി കൂകി വിളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ എച്ച് ടെസ്റ്റ് പരാജയപ്പെട്ടപ്പോഴും ഈ കൂകി വിളിക്കുന്ന ഒരു സമീപനം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഏത് വിധേനയും പ്രകോപിപ്പിച്ച് ഈ ടെസ്റ്റിനെ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെയുള്ളത്. നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ടിലെ കാഴ്ചയാണ്. ഗ്രൗണ്ടിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പറയുന്ന മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ഈ ഗേറ്റിന് മുന്നിലും അതുപോലെ തന്നെ ഗ്രൗണ്ടിനകത്തുമായി സജീവമായി നിലയുറച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഏത് വിധേനയും ടെസ്റ്റ് നടത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ. അതാണ് ഈ ഇരുചക്ര വാഹനം. ഈ ഇരുചക്ര വാഹനത്തിലാണ് ടെസ്റ്റ് നടത്തുന്നത്. അല്പസമയം മുമ്പ് ഈ റോഡ് ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അരിജ. അഖിൽ ഷാ, ഞാൻ നേരത്തെ ചോദിച്ച സംയുക്ത സമരസമിതിയുടെ ഒരു മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി.
അനുജ, ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു മാർച്ചാണ്. അത് നിരവധി ആളുകൾ, അതായത് ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു മാർച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. അതിപ്പോൾ പുരോഗമിക്കുകയാണ്. അവരുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഇത് തന്നെയാണ്. ആദ്യഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കരണം പൂർണ്ണമായി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമരം. അതിന്റെ ഒരു കുറെ കൂടെ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു സമരമുറയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളത്. അവരുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മന്ത്രിയുടെ വീട് ഉൾപ്പെടെ, മന്ത്രിയുടെ വസതി ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി പറയുന്നത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ മാർച്ചും അതും സജീവമായി നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും അവരുടെ ആവശ്യം ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകളല്ല. നമ്മൾ നേരത്തെയൊക്കെ മനസ്സിലാക്കിയതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പരിഷ്കരണം വന്നു. പരിഷ്കരണത്തിന് പിന്നാലെ 2 തവണ ചില ഇളവുകൾ അനുവദിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഇളവുകളൊന്നുമല്ല ഇവർക്ക് വേണ്ടത്. പൂർണ്ണമായി ഈ പരിഷ്കരണം പിൻവലിക്കുക, പൂർണ്ണമായി ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പരിഷ്കരണമാണെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പ്രധാനമായും ഈ ടെസ്റ്റുകൾ ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പുരോഗമിക്കുന്നു.